കോർഡിനേഷൻ കോമ്പൗണ്ട് NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 5.3 പാർട്ട് 1 ആണ് ചെയ്യുന്നത്. രണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട് കൊടുത്തു, അവർ രണ്ട് കോർഡിനേഷൻ കോംപ്ലക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ടൈപ്പ് ഐസോമറിസമാണ് എക്സിബിറ്റ് ചെയ്യുക, ആ ഐസോമറിസം ഏതാണെന്ന് വരഞ്ഞ് കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒന്നാമത്തെ കോംപ്ലക്സ് എടുത്തു. ഒന്നാമത്തെ കോംപ്ലക്സ് എടുക്കുന്നതിന് ഇതിൽ പൊട്ടാഷ്യം ഒഴിവാക്കി, കൗണ്ടർ അയോൺ ഒഴിവാക്കി, എന്നിട്ട് അതിൻ്റെ കോംപ്ലക്സ് പാർട്ട് മാത്രം എഴുതി. ഇത് ഏത് ടൈപ്പ് ഐസോമറിസമാണ് കാണിക്കുക നോക്കുക, നമുക്ക് വരഞ്ഞ് നോക്കാം. ഇത് ഏത് ടൈപ്പ് ഐസോമറിസം, ഇതിനൊരു ഫോർമുല ഉണ്ടാക്കി. ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ ക്രോമിയം എന്ന് പറഞ്ഞാൽ മെറ്റൽ എം ആ. ഇത് മോണോഡെൻഡേറ്റ് ലിഗാൻഡ് A2, ഇത് ബൈഡെൻഡേറ്റ് ലിഗാൻഡ് AA2 ഇങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ഫോർമുല. ഇത്തരം കോംപ്ലക്സുകൾ കാണിക്കുന്ന ഐസോമറിസമാണ് ജോമെട്രിക്കൽ ഐസോമറിസം. നിങ്ങൾ ഇത്രയും കോംപ്ലക്സുകൾ നോക്കണം. ഇതൊരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്, ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ വരയ്ക്കാൻ നമുക്കറിയാലോ. ഇതാണ് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ. ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ വരയ്ക്കാൻ നമുക്കറിയാം. ഓക്കെ, അതിൽ രണ്ട് ഓക്സലേറ്റ് അയോൺ, ഒരു ഓക്സലേറ്റ് അയോൺ ബൈഡെൻഡേറ്റ് ആയതുകൊണ്ട് ഒരേ സമയം രണ്ട് സ്ഥലത്ത് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഓക്സലേറ്റ് അയോൺ ബൈഡെൻഡേറ്റ് ആയതുകൊണ്ട് ഒരേ സമയം രണ്ട് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. രണ്ട് വാട്ടർ മോളിക്യൂൾ ഓപ്പോസിറ്റ് സൈഡ് വരച്ചു കൊടുക്കുക. ഓപ്പോസിറ്റ് വരച്ചാൽ ഈ ഐസോമറിസിനെ വിളിക്കാൻ പറയുന്ന ട്രാൻസ് ഐസോമറാണ്. അതായത് ഈ കോംപ്ലക്സിൽ ഇയാളാണ് ട്രാൻസും സിസും തീരുമാനിക്കുക. രണ്ടെണ്ണുള്ള ആളാണ് ട്രാൻസും സിസും തീരുമാനിക്കുക. ട്രാൻസ് വാട്ടർ മോളിക്യൂൾ ഓപ്പോസിറ്റ് വന്നു, അത് ട്രാൻസ് ആണ്. ഇതിൻ്റെ സിസ് വരയ്ക്കാൻ എളുപ്പമാണ്. നിങ്ങളൊരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് വരയ്ക്കുക, CO വരയ്ക്കുക. ഇതാ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് വരച്ചു. എന്നിട്ട് രണ്ട് വാട്ടർ മോളിക്യൂൾ അടുത്തടുത്തിട്ട് കൊടുക്കുക. രണ്ട് വാട്ടർ മോളിക്യൂൾ അടുത്തടുത്തിട്ട് അത് സിസ് ഐസോമറായി മാറി. ഓക്സലേറ്റ് അയോൺ ഇതാ, ഓക്സലേറ്റ് അയോൺ ഇവിടെ വരയ്ക്കുക. ഒരു ഓക്സലേറ്റ് അയോണിന് രണ്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഒരു ഓക്സലേറ്റ് അയോണിന് രണ്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഇത് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. സോ അല്ലേ, സിസ് ആൻഡ് ട്രാൻസ് ഐസോമർ. ഒന്നാമത്തെ ട്രാൻസ് പറയാൻ കാരണം എന്താ, രണ്ട് വാട്ടർ മോളിക്യൂൾ ഓപ്പോസിറ്റ് സൈഡാണ്. ഇവിടെ രണ്ട് വാട്ടർ മോളിക്യൂൾ സെയിം സൈഡാണ്. ക്ലിയർ അല്ല, ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. രണ്ടാമത്തെ കോംപ്ലക്സ് COEN thrice 3+. NCERT ക്വസ്റ്റ്യൻ ആണ് COEN thrice 3+. ഇതിന്റെ ഫോർമുല MA thrice 3+ എന്നാ പറയാം. ഇത് A is a bidentate ligand ആണ്. ഇത് ഏത് ടൈപ്പ് ഐസോമറിസം ആണ് കാണിക്കുക വെച്ചാൽ ഇത് ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ് കാണിക്കുക. ഒപ്റ്റിക്കൽ ഐസോമറിസം. ഇത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് വരയ്ക്കുക, ഒപ്റ്റിക്കൽ ഐസോമറിസം വരയ്ക്കാൻ പറ്റും. ഒരു എത്തിലീൻ ഡയമീൻ, രണ്ട് ബോണ്ട്. ഒരു അടുത്ത എത്തിലീൻ ഡയമീന് രണ്ട് ബോണ്ട്, അടുത്ത എത്തിലീൻ ഡയമീന് രണ്ട് ബോണ്ട്. ക്ലിയർ അല്ലേ? ഇതിനെ മിറർ ഇമേജ് ആയിട്ടുള്ള വേറെ ഐസോമറോട് വരച്ചാൽ എന്തായി മാറി? അങ്ങനെ രണ്ട് ഒപ്റ്റിക്കൽ ഐസോമറായി മാറി. ക്ലിയർ അല്ലേ?